Hey, what's up guys? It's me Abid again. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുദ്ര ലോണിനെ കുറിച്ചാണ്. എന്താണ് മുദ്ര ലോൺ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മുദ്ര ലോണിൻ്റെ സ്കീംസ്, എന്തെല്ലാം ബെനിഫിറ്റ്സാണ് മുദ്ര ലോണിനുള്ളത്, എത്രയാണ് മുദ്ര ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, അതുപോലെ തന്നെ ആർക്കെല്ലാം മുദ്ര ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ ബാങ്ക്സ് ആണ് ഈ മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്ന മെയിനായിട്ടും ബിസിനസ് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസാണ്. സോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ്ലി എന്താണ് മുദ്ര ലോൺ? മുദ്ര ലോൺ എന്ന് പറയുന്നത് ഒരു ലോൺ സ്കീമാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോൺ സ്കീമാണ്. 2015 ഏപ്രിൽ 8 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോൺ സ്കീമാണ് മുദ്ര ലോൺ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മുദ്ര ലോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടോട്ടൽ GDPയുടെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 75% GDP കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. സോ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്കീം മെയിനായിട്ട് 3 സ്കീംസിലാണ് വരുന്നത്. ഈ ലോൺ 3 സ്കീംസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ശിശു, കിഷോർ, തരുൺ, ഇങ്ങനെ 3 സ്കീംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 സ്കീംസിന് 3 രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ലോൺ എമൗണ്ട് 3 രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശിശുവിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡോക്യുമെൻറ്റേഷൻസ് മറ്റും 2 സ്കീംസിനെ അപേക്ഷിച്ച് കുറഞ്ഞ ഡോക്യുമെൻറ്റേഷൻസേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 50,000 രൂപ വരെ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ ലെവലിലുള്ള ബിസിനസ്സിനേക്കാളാണ്. മൈക്രോ ലെവലിലുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ സ്കീമാണ് ഈ ശിശു എന്ന് പറയുന്നത്. മാക്സിമം കിട്ടാൻ പോകുന്ന എമൗണ്ട് 50,000 രൂപയാണ്. ദെൻ സെക്കൻഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കിഷോർ എന്ന് പറയുന്നത് കുറച്ചുകൂടി മൈക്രോ ലെവലിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്ന ബിസിനസ്സുകൾക്ക്, അഥവാ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ സ്കീമാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ്. നമ്മൾ ശിശുവിൽ കിട്ടിയിരുന്നത് 50,000 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മിനിമം എമൗണ്ട് 50,000, അതുപോലെ മാക്സിമം എമൗണ്ട് 5 ലക്ഷം രൂപയാണ്. ദെൻ നമ്മൾ തേർഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തരുണിൽ വരുന്നത് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ്. ഇതിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത് ഈ ഒരു സ്കീമിനാണ്. പക്ഷേ ഇതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും അതുപോലെ തന്നെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. സോ നമുക്ക് മുദ്ര ലോണിന് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. സോ 10 ലക്ഷം രൂപ വരെയുള്ള ലോൺസ് മാത്രമാണ് മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. മുദ്ര ലോൺ മെയിനായിട്ട് 2 രീതിയിലുള്ള സ്കീമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ടേം ലോൺസും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോണും. ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മിഷനറി പർച്ചേസ് ചെയ്യാൻ, നമ്മൾ ബിസിനസ്സിന് ആവശ്യമായ ദീർഘകാലത്തിന് ആവശ്യമായിട്ടുള്ള മിഷനറീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ലോൺ എമൗണ്ടിനെയാണ് ടേം ലോൺ എന്ന് പറയുന്നത്. അതേസമയം വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോൺ എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 രീതിയിലുള്ള ലോൺസാണ് മെയിനായിട്ടും മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏകദേശം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8.5 to 12.5 ഉള്ളിലാണ് നോർമലി ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇത് ഡിപ്പെൻഡാണ്, പല ബാങ്കുകളും അവരുടെ സ്കീംസിനനുസരിച്ചാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് നോർമലി കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8.5 to 12.5 വരെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇനി നമ്മൾ മുദ്ര ലോണിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള പല ബിസിനസ് ലോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ്ലി ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 8.5 to 12.5 ഉള്ളിലാണ് നോർമൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡാണ്, ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സ്കീമിനനുസരിച്ചാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റു ബിസിനസ് ലോൺസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ലോൺ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഓക്കെ, ദെൻ സെക്കൻഡ്ലി ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടേം ലോൺ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ലോൺ ഉപയോഗിക്കാൻ പറ്റും. സോ അതും ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ തേർഡ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊളാട്രൽ ഫ്രീ ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഈടൊന്നും ആവശ്യമില്ല. നമ്മളൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, നല്ലൊരു പ്രൊജക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് നല്ലൊരു വിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോണിന്
കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമ്മളെ കയ്യിൽ ലാൻഡോ അല്ലെങ്കിൽ ഗോൾഡോ അങ്ങനെയുള്ള ഒരു ഈട് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ആർക്കെല്ലാം ഈ ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്നുള്ളതാണ്. നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്, നിങ്ങൾ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നല്ലൊരു ഐഡിയ ഉണ്ട്, ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അതുപോലെ നിങ്ങളൊരു വുമൺ എൻ്റർപ്രനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. വുമൺ എൻ്റർപ്രനേഴ്സിനെയാണ് കൂടുതലും മുദ്ര ലോൺ ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. മീൻസ് കുറച്ചുകൂടിയും പ്രയോറിറ്റി നൽകുന്നത് വുമൺ എൻ്റർപ്രനേഴ്സിനെയാണ്. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ മുദ്ര ലോണിൽ കുറച്ചുകൂടിയും ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത് വുമൺ എൻ്റർപ്രനേഴ്സിനാണ്. സോ നിങ്ങളൊരു വുമൺ എൻ്റർപ്രനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. സോ ഇനി എങ്ങനെ മുദ്ര ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിളാണ്. മുദ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിന് അപേക്ഷിക്കാൻ പറ്റും. ഇത് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. മെയിനായിട്ടും ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. കാരണം നിങ്ങൾ ഓൺലൈൻ അപേക്ഷിക്കുന്നത് കൂടെ തന്നെ നിങ്ങളുടെ ഏരിയയിൽ മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിൽ കൂടി നിങ്ങൾ അപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടി ഞാനൊന്ന് മെൻഷൻ ചെയ്തു തരാം. ഫസ്റ്റ്ലി ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തന്നെയാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താണ്, അത് എങ്ങനെ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു ബിസിനസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം ഫിക്സ്ഡ് അസറ്റ് വേണ്ടി വരുന്നുണ്ട്, എത്ര ടേൺ ഓവർ നിങ്ങൾ അതിൽ നിന്ന് കാണുന്നുണ്ട്, എങ്ങനെയൊക്കെ ആയിരിക്കും എക്സ്പെൻസ് വരുന്നത്, എത്രത്തോളം ലോൺ എമൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ ലോൺ എമൗണ്ട് എവിടേക്കാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ രീതിയിലുള്ള നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും വേണം. കാരണം ബാങ്കിനൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് കൂട്ടി വെച്ചിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് പേര് ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളുണ്ട്, ക്യാഷിന് ഒരുപാട് പേര് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കാം. നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളും അവർക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കി തരും. ഇനി നിങ്ങൾക്ക് സ്വന്തം വേണമെങ്കിൽ സ്വന്തം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമ്മളൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം, എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് അത് തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ ഐഡൻറ്റിറ്റി കാർഡ്, ഇത്രയും കാര്യങ്ങളാണ് മിനിമം ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ദെൻ ബാക്കി ഡോക്യുമെൻറ്റേഷൻസ് ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഒരു ബാങ്കുമായിട്ട് ഒരു സിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നീട് അവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇനി കൊടുക്കാനുള്ള, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്നുള്ള രീതിയിലുള്ളൊരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി അവർക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. ആ രീതിയിൽ സെക്കൻഡ് സിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കി ഡോക്യുമെൻറ്റ്സ് കൂടിയും അവർക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഐഡിയ കറക്റ്റ്ലി ബാങ്ക് മാനേജറുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു ബാങ്ക് മാനേജറുടെ അധികാരത്തിൽ വരും ഈ ലോൺ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡിയ കറക്റ്റ്ലി അവരുടെ മൈൻഡിലോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ, കൺവേ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത് കൺവേ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഏതൊക്കെ ബാങ്കിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുക, നിങ്ങൾ എവിടെ പോയി ഏതൊക്കെ ബാങ്കിലാണ് നിങ്ങൾക്ക് ഈ മുദ്ര ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ള ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പറയാം. ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുന്ന ബാങ്ക്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലുമുള്ള ഷെഡ്യൂൾഡ് ബാങ്ക്സിന് നിങ്ങൾക്ക് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അതുപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിലും നിങ്ങൾക്ക് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അതുപോലെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സും ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ബാങ്ക്സുകളാണ് നോർമലി ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബാങ്ക്സിനെയാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മളൊരു കേസ് കൂടി വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊന്നുമല്ല, നോർമലി ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് മുദ്ര ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുദ്ര ലോണ് കിട്ടാറില്ല, അതൊരു വെറുതെ ടൈം പോകുന്ന ഒരു കാര്യമാണെന്നുള്ളത്. സോ ഈ ഒരു കേസ് സ്റ്റഡിയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഫസ്റ്റ്ലി നിങ്ങൾ പറയുന്നത് ശരിയാണ്, മുദ്ര ലോൺ കുറേ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ര ലോൺ എടുക്കുന്ന വ്യക്തികൾ പിന്നീട് അതിൻ്റെ റീപേയ്മെൻറ്റ് കറക്റ്റ്ലി ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാങ്കുകളുടെ
നോൺ പെർഫോമിംഗ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബാങ്കിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്ന ഒരു ഘടകമാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. സോ ആളുകൾ ഈ ലോൺ എടുത്തിട്ട് തിരിച്ചടവ് കൃത്യമായി നടക്കാത്തത് കൊണ്ട് തന്നെ ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ പല ബാങ്കുകളും ഇപ്പോൾ ഈ മുദ്ര ലോൺ പോലത്തെ ലോണുകൾ കൊടുക്കാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കറപ്ഷൻസ് വന്നിട്ടുണ്ട് ഈ ലോൺ സ്കീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. സോ അത് ശരിക്കും മുതലെടുക്കുന്ന ആളുകളുണ്ട്. പലരും ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്തിയിട്ട് ഇതിൻ്റെ കൃത്യമായ അവകാശികളല്ലാത്ത ആളുകൾ ഈ ലോണ് നേടിയെടുക്കുന്നുണ്ട്. ഏകദേശം 2300ഓളം കേസുകൾ ഓൾറെഡി ഈ മുദ്ര ലോണിൻ്റെ ബേസിൽ ഫ്രോഡ് ആക്ടിവിറ്റീസിന് ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് പല ബാങ്കുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ശരിക്ക്. പക്ഷേ നമ്മൾ 2019 വരെയുള്ള കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 19 കോടിയിലധികം യൂസേഴ്സിന് ഈ മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം കോടി രൂപയാണ് ഈ 19 കോടി ആളുകൾക്ക് യൂസേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പക്ഷേ ഒരു റിട്ടേൺ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 60 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് ഈ ഒരു ലോൺ കൊടുക്കുന്നതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഇതൊരു ഫെയിലിയർ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ന്യൂനതകൾ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലോൺ സ്കീമാണ്. സോ ഗവൺമെൻറ് നെക്സ്റ്റ് വരുന്ന ഇയേഴ്സിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് കാര്യങ്ങൾ മാക്സിമം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്തെങ്കിലും ക്ലിയർ ആവാൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. തീർച്ചയായും ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.